ഓഫീസിൽ കള്ളപ്പണം എത്തിയെന്ന വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ബിജെപിക്കെതിരെ പോലീസിന് പരാതി നൽകി KSU. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബിജെപി തൃശൂർ ജില്ലാ ഓഫീസിൽ 25 കോടി രൂപ എത്തിയെന്നതായിരുന്നു മുൻ ഓഫീസ് സെക്രട്ടറി പി അക്ഷയുടെ വെളിപ്പെടുത്തൽ. ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ബിജെപി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് എടുക്കണമെന്നും ആവശ്യപ്പെട്ട KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ സംസ്ഥാന വിജിലൻസ് നടത്തുന്ന അന്വേഷണം അവസാനിപ്പിക്കണമെന്ന് മുൻ MLA അനിൽ അക്കര. വിജിലൻസിന്റെ കൈവശമുള്ള എല്ലാ ഫയലുകളും രേഖകളും തെളിവുകളും CBIക്ക് കൈമാറണം. ഒന്നിലധികം അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്നത് അന്വേഷണത്തിന്റെ കാര്യക്ഷമതയും നിയമ നടപടികളുടെ ഏകോപനത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്നും അനിൽ അക്കര പറഞ്ഞു. കയ്യിലുള്ള മുഴുവൻ രേഖകളും കോടതിയുടെ അനുമതിയോടുകൂടി CBI കൈമാറണം. അതാണ് ഒന്നാമത്തെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത്, അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയ ചർച്ച നടക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായും അന്ന് ആ ചർച്ച നയിച്ച ബഹുമാനായ VD സതീശൻ, ഇന്നത്തെ മുഖ്യമന്ത്രി, വളരെ കൃത്യമായും ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോരോ വിഷയങ്ങളിലെയും കൃത്യമായ ഇടപാടുകൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രി നിയമമന്ത്രിയുമാണ്. സുപ്രീം കോടതിയിൽ CBI അന്വേഷണത്തിന്റെ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയെ അദ്ദേഹവും അന്ന് എതിർത്തിരുന്ന. സ്വാഭാവികമായും അദ്ദേഹം നിയമമന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ്. ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ CBI അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗവൺമെന്റ് കൂടി ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഗവൺമെന്റ് അടിയന്തരമായും സുപ്രീം കോടതിയിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ലൈഫ് മിഷൻ കൊടുത്ത കേസ് പിൻവലിക്കണം. രണ്ട് വിഷയങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസ് വളരെ കൃത്യമായും പ്രതികളിലേക്ക് എത്തണമെങ്കിൽ സുപ്രീം കോടതിയിൽ ലൈഫ് മിഷൻ കൊടുത്ത കേസ് പിൻവലിക്കണം. അത് ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത്, നിയമവകുപ്പാണ് ചെയ്യേണ്ടത്.